ഹരിനാമകീർത്തനമിതുര ചെയ്വതിന്നു ഗുരുവരുളാലേ ദേവകളൂമരുൾ ചെയ്തു ഭൂസുരരും. നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവ് ഉര ചെയ്വതിന്നരുളുക നാരായണായ നമ. ഹരിനാമകീർത്തനമിതുര ചെയ്വതിനു ഗുരുവരുളാലേ ദേവകളുമുരൾ അരുൾ ചെയ്തു ഭൂസുരരും. നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവ് ഉര ചെയ്വതിന്നരുക നാരായണായ നമ. എന്താ പറയണത്? ഹരിനാമകീർത്തനം ഉര ചെയ്വതിനു ഗുരു അരുൾ, ഗുരുവിൻ്റെ അരുള് വേണം. അപ്പം ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗുരു അരുളണം. ഗുരുവിൻ്റെ അരുളെന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഗൈഡൻസ് വേണം. അതാണ് നമ്മൾ ഹിന്ദു സമൂഹം എപ്പോഴും ഓർക്കണം. ഹിന്ദുമതം എന്നത് ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ മതമാണ്. ഹിന്ദുമതം ഈ മറ്റു മതങ്ങളെപ്പോലെയല്ല. മറ്റു മതങ്ങൾക്കൊന്നും ഗുരുശിഷ്യ ബന്ധങ്ങളില്ല. അവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പം ക്രിസ്ത്യൻ സമൂഹത്തിൽ ഫാദർ ഒരു ഗുരുവല്ല, പ്രീസ്റ്റ്. അയാളെ വിളിക്കുന്ന പേര് പ്രീച്ചർ എന്നാണ്. ഇംഗ്ലീഷിൽ അതിൻ്റെ ശരിക്കുള്ള പ്രയോഗം പ്രീച്ചർ എന്നാണ്. അവിടെ നിന്നാണല്ലോ ഈ വന്നത്, യൂറോപ്പിൽ നിന്ന് വന്ന മതമാണല്ലോ അത്. പ്രീച്ചർ എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രീച്ച് ചെയ്യുന്നവൻ എന്ന് വെച്ചാൽ പ്രസംഗിക്കുന്നവൻ, പറയുന്നവനാണ്. അപ്പോൾ അയാളുടെ ജോലി എന്തേ ഉള്ളൂ? ഈ കിതാബിൽ എഴുതിയത് വെറുതെ പറയുക എന്നല്ലാതെ അയാളൊരു ഗുരുവല്ല. വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്. ഈ ക്രിസ്ത്യൻ സമൂഹം ഉണ്ടല്ലോ, ഹിന്ദു വാക്കുകളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പൊലിപ്പിക്കുകയാണ് അവർ. നിങ്ങൾക്ക് കാണാം, വലിയ ബിഷപ്പുമാര്, കർദിനാൾമാര്, തിരുമേനിമാര്. എന്ത് മേനിയാണ് എനിക്കറിയില്ല, ശരിയാണ്. അവരെ വിളിക്കേണ്ട പേര് തിരുമേനി. ഞാൻ അവരെ നിന്ദിച്ചു പറയില്ല. പക്ഷെ അതൊക്കെ ഹിന്ദു മതത്തിൽ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വളരെ ആദരണീയമായിട്ടുള്ള വാക്കുകളാണ്. ഏത്? തിരുമേനി. തിരു എന്നുള്ള വാക്ക് തന്നെ അർത്ഥം, തിരു എന്നുള്ള വാക്ക് നമ്മൾ തിരു എന്നുള്ളത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഈ തിരു എന്നുള്ള വാക്ക് നിങ്ങൾ തിരുവനന്തപുരം, തിരുവോണം, തിരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? തിരു എന്നുള്ള വാക്കിന് എന്താ സൂചിപ്പിക്കുന്നത് എന്നുള്ളത്? തിരു അതിനൊരർത്ഥമുണ്ട്. ആ വാക്കിന്, ശബ്ദത്തിനൊരർത്ഥമുണ്ട്. തിരുവോണം നമ്മൾ പറയില്ലേ? നമ്മൾ തിരുവോണം എന്ന് പറഞ്ഞിട്ടല്ലേ പിന്നീട് പണ്ട് നമ്മളും പൂജാരിമാരെ എന്താ വിളിക്കുക? തിരുമേനി എന്നാളാണ്. അപ്പം എന്താ ഈ തിരു എന്ന് പറഞ്ഞാൽ അർത്ഥം? അതിനെന്തൊരു ശബ്ദത്തിനൊരർത്ഥം? പ്രധാനം എന്നൊരർത്ഥമുണ്ട്, ശ്രേഷ്ഠമായതെന്നൊരർത്ഥമുണ്ട്. പിന്നെ തിരു എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം, ശരിക്കുള്ളൊരർത്ഥം എന്തായിരിക്കും? ഈ തിരു എന്നുള്ള വാക്ക് നമ്മൾ എഴുതുമ്പം അതിൽ 2 അക്ഷരങ്ങളാണല്ലോ, ത ര. ഈ പിന്നെ വള്ളിയുണ്ട്, ത ര ഇല്ലേ? ത ര, ത ര. ഇത് 2 അക്ഷരങ്ങൾ ചേർന്നാണ് എന്ത്? തിരു എന്നുള്ള ശബ്ദം. ഹിന്ദു മതത്തിൽ ത എന്ന ശബ്ദത്തിന് താരണം ചെയ്യുക എന്നാണ് അർത്ഥം. തരതി എന്നാണ് സംസ്കൃതത്തിൽ താ ശബ്ദം ഉപയോഗിക്കുക. തരതി എന്ന് പറഞ്ഞാൽ തരണം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ തരണം ചെയ്യിക്കുന്നവൻ. ര എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് പ്രകാശത്തെയാണ്, ബോധത്തെയാണ്. ര എന്നുള്ള ശബ്ദം അക്ഷരം ഉച്ചരിക്കണമെങ്കിൽ ര, നാക്ക് മേൽഭാഗം ഘർഷണം ചെയ്യുമ്പോൾ അവിടെ ഒരു ര എന്ന് പറയുമ്പം എന്താ? ഈ ഘർഷണമുള്ളിടത്ത് ചൂടും പ്രകാശവും ഉണ്ടെന്നാണ്. ഒരയ്ക്കുമ്പോഴല്ലേ ചൂട് വരുന്നത്, ചൂടിൽ നിന്നാണ് പ്രകാശം വരുന്നത്. അതുകൊണ്ട് പ്രകാശത്തിൻ്റെ ബീജം അക്ഷരമായി ഇതിനെ പറയും രവി എന്നുള്ള സൂര്യൻ്റെ ഒക്കെ ശബ്ദം അങ്ങനെയാണ്. അപ്പം എന്തായിരിക്കും അർത്ഥം? ഉൾപ്രകാശം കൊണ്ട് തരണം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ താരണം ചെയ്യാൻ കഴിവുള്ളവൻ. ഉൾപ്രകാശം കൊണ്ട് തരണം ചെയ്തവൻ, താരണം ചെയ്യാൻ കഴിയുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സ്വന്തം ജീവിത ദുരിതങ്ങളിൽ നിന്നും
പുറത്ത് കടന്നവൻ, മറ്റുള്ളവരെ പുറത്ത് കൊണ്ടുവരാൻ കഴിയുന്നവൻ. അതാണ് ഈ തിരു എന്നുള്ള ശബ്ദം. അതുകൊണ്ടാണ് തിരുമേനി. ഭഗവാന്റെ ശബ്ദത്തിൻ്റെ മുന്നിലൊക്കെ നമ്മൾ തിരു എന്നുള്ള ശബ്ദം വയ്ക്കുന്നത്. എല്ലാറ്റിനും ഈ തിരു എന്നുള്ള ശബ്ദം വയ്ക്കുമ്പോൾ ആന്തരികമായി അവനവൻ്റെ ഉള്ളിൽ അന്തരാത്മാവിൻ്റെ ശക്തി കൊണ്ട് ആരാണോ തൻ്റെ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും പുറത്ത് കടന്ന് മറ്റുള്ളവരെ പുറത്ത് കൊണ്ടുവരാൻ കഴിയുന്നവൻ എന്ന അർത്ഥത്തിലാണ് പണ്ടുള്ളവർ ഏത് ശബ്ദം, തിരു എന്നുള്ള ശബ്ദം ഉപയോഗിച്ചു വന്നത്. പിന്നെ അതിനൊരു ദൈവീകത്വം, ആത്മശക്തി ഉള്ളതുകൊണ്ട് അപ്പം നമ്മൾ ഉത്സവങ്ങൾക്കൊക്കെ തിരുവാതിര, തിരുവോണം, തിരുവുത്സവം എല്ലാറ്റിൻ്റെ മുന്നിലും ഏത് ചേർത്തു? തിരു തിരു തിരു. അതിനൊരു ദിവ്യത്വം കൊടുത്തു. വെറുതെ ഉള്ളൊരു ശബ്ദമല്ല, അത് ദൈവീകമായ ദിവ്യത്വത്തോടുകൂടി ചേർന്ന ശബ്ദമാണ് തിരു. നമ്മുടെ ഏത് കാര്യം നിങ്ങൾ തിരുവുത്സവം, അതൊരു ദിവ്യത്വമുണ്ട് ഇല്ലേ? അല്ലാത്തതിന് നമ്മൾ ഏത് ചേർക്കില്ല. ആരാണോ ആത്യന്തികമായി അവരവരുടെ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് പുറത്തു കടന്ന മറ്റുള്ളവരെയും പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നത് അന്തരാത്മാവ്. ദൈവം പുറത്താണെന്ന് പറയുന്നവർ ഉപയോഗിക്കുന്ന വാക്കല്ലത്. അന്തരാത്മാവിൻ്റെ ചോദനം ഉൾക്കൊള്ളുന്ന, പ്രചോദനം ഉൾക്കൊള്ളുന്ന ആളുകളെയാണ് തിരുമേനി എന്നൊക്കെ വിളിക്കുന്നത്. അല്ലാതെ അതൊരു ബ്രാഹ്മണരെ വിളിച്ച പേരുമല്ലത്. ഈ ആനയ്ക്ക് കുട്ടിക്കൃഷ്ണൻ, കണ്ണൻകുട്ടി എന്നൊക്കെ പേരിട്ട് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ ആന, കുറേ കഴിഞ്ഞാൽ കണ്ണൻകുട്ടിയും കുട്ടിക്കൃഷ്ണനുമായി മാറും. പിന്നെ അതിൽ നിന്ന് അതിന് മാറി നിൽക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ പശുവിന് പേരിടുന്നു സിന്ധു എന്ന്, കുറേ കഴിഞ്ഞാൽ സിന്ധുവായി മാറി. അതുപോലെയാണ് കഴുതയെ നിങ്ങൾ തിരുമേനി എന്ന് പേരിട്ടാലോ, തിരുമേനി എന്ന് വിളിക്കുമ്പോൾ കഴുത ഓടി വരും. അതുപോലെയാണ് ഇപ്പം നിങ്ങളത് ഒരു ഉപയോഗിച്ച് കേടുവരുത്തിയ വാക്കായതുകൊണ്ട് ഇനിയിപ്പം നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റില്ല. പക്ഷെ ഇതിൽ കുതിരയും കഴുതയും തിരിച്ചറിയാനാണ് പ്രയാസം. നിൽക്കട്ടെ. അപ്പം അതുകൊണ്ട് എന്താ പറഞ്ഞാൽ, ഇവിടെ പ്രീച്ചർമാരല്ല ഗുരു. ഏത് മതത്തിലേക്ക് നോക്കൂ, അവരുടെ മതഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുന്നവരാണ്. ഗുരു എന്ന ശബ്ദത്തിനർത്ഥം ഈ തിരു എന്ന് പറഞ്ഞത് പോലെയാണ്. എന്താണ്? ഗു ശബ്ദത്തിന് ദുഃഖം എന്നാണ് അർത്ഥം, രു ശബ്ദത്തിന് പ്രകാശം എന്നാണ് അർത്ഥം. അപ്പം ആത്മപ്രകാശം കൊണ്ട്, ആത്മബോധം കൊണ്ട്, ആത്മജ്ഞാനം കൊണ്ട്, നേരത്തെ പറഞ്ഞില്ലേ, അറിവ് കൊണ്ട് ആരാണോ അറിയപ്പെട്ടതിൽ നിന്നും പുറത്ത് കടക്കുന്നത്, അങ്ങനെ പുറത്ത് കടക്കാനും മറ്റുള്ളവരെ പുറത്ത് കൊണ്ടുവരാനും കഴിയുന്ന ആ എബിലിറ്റിയുള്ള ആളുകളെയാണ് ഗുരു. അപ്പോൾ ഗുരു ഒരു അനുഭവജ്ഞാനിയായിരിക്കണം. 3 വാക്കുകൾ എപ്പോഴും ഗുരുവിൻ്റെ കൂടെ വേണം. എന്താണ്? ആചരണം വേണം, അനുഭവം വേണം, അനുഭവജ്ഞാനം വേണം. ആചരിച്ച് അനുഭവിച്ച് ആ അറിവിനെ പകരുന്നവനാണ്, അവർക്ക് പറയൂ, ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗുരുവിൻ്റെ പരിശീലനമുണ്ടെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാവും. എന്താ മനസ്സിലാക്കാനുള്ളത്? ഇപ്പം രാവിലെ നമ്മൾ എണീറ്റ് കണ്ണാടിയിൽ നമ്മളെ കാണും, അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് നമ്മളെ കാണും. അപ്പം നമ്മൾ ഈ ശരീരത്തെ കാണണോ, നമ്മുടെ ശരീരത്തിൻ്റെ അസ്വാസ്ഥ്യങ്ങളെ കാണുന്നു, മനസ്സിൻ്റെ അസ്വസ്ഥതകളെ കാണുന്നു, സന്തോഷം കാണുന്നു, ഒക്കെ കാണുമ്പോഴും നമ്മളെപ്പോഴും ഒരു കാര്യം ചേർത്ത് വെച്ചുകൊണ്ട് കാണാൻ പഠിച്ചാൽ മതി. എന്താണ്? ഇതെല്ലാം കാണാൻ എനിക്ക് സാധിക്കുന്നതിന് കാരണം, ഇതെല്ലാം അറിയാൻ സാധിക്കുന്നതിന് കാരണം അറിവ്, ബോധമാകുന്നു. അപ്പം ശരീരത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ അറിവിനെയും പാരലായിട്ട് വയ്ക്കുക. അതാണ് സത്യം. സൂക്ഷ്മമായ അറിവിലാണ് ഈ സ്ഥൂലമായി അറിയപ്പെടുന്നതെല്ലാം അറിയുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. നമ്മളിപ്പോണ്ടല്ലോ രാവിലെ എണീറ്റു, നിങ്ങൾക്ക് മനസ്സിനൊരു സ്വസ്ഥതയില്ല, എന്തോ ഒരു ഉറക്കം ശരിയില്ല, കുറേ സ്വപ്നം കണ്ടു. ഇപ്പം രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു ഉറക്കത്തിൻ്റെ ഒരു കുറവ്, ഒരു മൂഡ് ഓഫ്. അപ്പം നിങ്ങളുടെ മനസ്സ് വളരെ ഒരു ഡള്ളായിട്ട്, അസ്വസ്ഥമായിട്ട് കാണുന്നു. ഈ ഒരു കാര്യം നിങ്ങൾ രാവിലെ അറിഞ്ഞുകൊണ്ട് എണീറ്റു. പിന്നെ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി പല്ല് തേക്കണോ, കാരണം നിങ്ങൾക്ക് ഡേ തുടങ്ങണം, കുളിക്കണോ. എന്നാൽ അത്ര മൂഡോട് കൂടിയിട്ടല്ല ചെയ്യുന്നത്. കാരണം ആ ഉറക്കത്തിൻ്റെ ഒരു ഇത്തിരി കുറവ് നിങ്ങൾ അസ്വസ്ഥമാക്കണം എന്ന് വിചാരിക്കുക. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞത് എങ്ങനെയാ?
ഇതെങ്ങനെ അറിഞ്ഞത്? ഇതറിയാൻ സാധിച്ചത് ബോധമുള്ളത് കൊണ്ടാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു കാര്യം അറിയുന്നില്ല, ഇത് ബോധത്തെ, ഇതറിയുന്നൊരു ബോധമുണ്ടെന്നും ഇത് ബോധത്തെ ബാധിക്കുന്നില്ല എന്നും നമ്മളാരും അറിയുന്നില്ല. അപ്പൊ ജീവിതത്തെ നമ്മൾ കാണേണ്ടത് എപ്പോഴും കാണുന്ന ശരീരവും മറ്റും, ഈ ശരീരത്തിൻ്റെ കൂടെ തന്നെ ആരെ കാണണം? ബോധത്തെ നമുക്ക് കാണാൻ പറ്റും. കാണാൻ പറ്റാത്ത ബോധത്തെ എങ്ങനെ കാണും? അറിവ് കൊണ്ട് കാണണം. അറിവ് കൊണ്ട് ബോധത്തെ നമ്മൾ കാണണം. വസ്ത്രം നമ്മൾ കാണുമ്പോൾ ഒറ്റ തുണിയാണ്, പക്ഷെ നമുക്കറിയാം അത് നൂല് ഊടും പാവുമാക്കി വെച്ചതാണ്. ഇതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തെ കാണണം. ജീവിതം എന്ന് പറയുന്നത് ബോധവും ചലനപ്രപഞ്ചവും ചേർന്നതാണ്. ബോധവും ചലനപ്രപഞ്ചവും. അപ്പം നമ്മൾ ചലിക്കുന്ന, അസ്വസ്ഥമാക്കുന്ന ചിന്തകളെ കണ്ടു. ആരെ കണ്ടില്ല? ബോധത്തെ കണ്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ബോധത്തെ കാണുന്നുണ്ടോ? നമ്മൾ ബോധത്തെ കാണുന്നുണ്ടോ? ഇപ്പം രാവിലെ എണീറ്റ ഉടനെ തന്നെ ആരെ ഉറപ്പിക്കണം? ബോധത്തെ ഉറപ്പിച്ചുകൊണ്ട് വേണം നമ്മളെ കാണാൻ. നമ്മളെ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ പറയണം, കാണിച്ചു തന്നത് ബോധമാണ്. രണ്ടാമത് പറയണം, ഈ കണ്ടതൊന്നും ബോധത്തെ ബാധിക്കുന്നില്ല. ഇത്രയും നമുക്ക് ഓർത്ത് വെച്ച് ജീവിക്കാൻ പറ്റിയാൽ എങ്ങനെ ഇരിക്കും? ഇത്രയും നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ച് ജീവിക്കാൻ പറ്റിയാൽ എങ്ങനെ ഇരിക്കും? ഇത് ഉറപ്പിച്ചു തരുന്ന ആളെയാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അറിവിലൂടെയല്ലേ നമുക്ക് വ്യതകളെ മാറ്റാൻ പറ്റുള്ളൂ? പറയൂ. എന്നിട്ട് ഗുരു എന്താ ചെയ്യുന്നത്? ഹരിനാമകീർത്തനം ഉര ചെയ്യുവാൻ. ഇനി വെറുതെ ബോധത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ആ ബോധത്തിൻ്റെ ശക്തി, ആ ബോധത്തിൻ്റെ കഴിവിനെ പ്രയോജനപ്പെടുത്തണം. അപ്പം ഞാൻ അസ്വസ്ഥനായ എനിക്ക് ആ അസ്വസ്ഥതയിൽ നിന്നും പുറത്ത് കടക്കാൻ ഞാൻ കുളിച്ചു, ഞാൻ കുറച്ചു നേരം ഇരുന്ന് പ്രാണായാമവും ജപമൊക്കെ ചെയ്ത് ആ ജപത്തിലേക്ക് അങ്ങനെ മുഴുകുമ്പോൾ എനിക്ക് മനസ്സിലായി ഈ അസ്വസ്ഥതയൊന്നും എന്നെ അലട്ടുന്നില്ല എന്നുള്ളത്. മനസ്സിലായില്ലേ? ഈ രീതിയിൽ മനസ്സിനെ ഒന്ന് പരിശീലിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ അനുഗ്രഹം പ്രാപ്തമായി നടത്താം. അല്ലാതെ കുറേ ക്ലാസ് നമ്മൾ കേട്ട് ഗുരു എന്തോ പറഞ്ഞു, ആചാര്യന്മാരെന്തോ പറഞ്ഞു, അതും നമ്മളും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെങ്കിൽ ഗുരുത്വം എന്ന് പറയുന്നത് വന്നിട്ടില്ല. നമ്മളെന്തോ കേട്ടു, നമ്മളെന്തൊക്കെയോ ചെയ്യുന്നു, പക്ഷേ ചെയ്യേണ്ടത് ചെയ്യുന്നുമില്ല, അറിയേണ്ടത് അറിയുന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അറിയണം. അത് ഇന്നത്തെ കാലത്ത് അറിയാൻ ഒരു പ്രയാസവുമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് വേഗം മനസ്സിലാവും. ആത്മീയത മനസ്സിലാക്കാൻ പറ്റിയ കാലമാണ് ഇപ്പോൾ ഉള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ആരും ഞാനും വൈറസിനെ കണ്ടിട്ടുണ്ടോ? പറയൂ. ഇല്ല, കണ്ടിട്ടില്ല. എന്നാൽ വൈറസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ, അതൊട്ടുമില്ല. ഇപ്പം നിങ്ങളെ കാണാൻ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ നിങ്ങൾ അയാളെ മാത്രമാണോ കാണുക? ഇപ്പോൾ ഒരു വൈറസിൻ്റെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒരാൾ കാണാൻ വന്നു, നിങ്ങൾ അയാളെ മാത്രമാണോ കാണുക? അപ്പം നിങ്ങൾക്ക് ബോധമില്ല എന്ന് പറയാൻ പറ്റുമോ? സൂക്ഷ്മമായതിനെ കാണാനുള്ള കഴിവില്ല എന്ന് പറയാൻ പറ്റുമോ? അയാളൊന്ന് ഇന്നുകൂടി കാണിച്ചു കഴിഞ്ഞാലോ? നിങ്ങളയാളുടെ ചുമയാണോ കാണുന്നത്? നിങ്ങളുടെ ഉള്ളിലേക്ക് അപ്പോഴേക്കും ആര് വന്നു? അപ്പൊ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു വൈറസിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു മനുഷ്യന്റെ മേൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഇനി ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മളെ നമ്മൾ ഏതുകൂടി ചേർത്ത് കാണണം? ബോധം കൂടി ചേർത്ത് കണ്ടാൽ മതി. വൈറസിനെ കാണുന്നതിന് പകരം വൈറസിനെ മറ്റുള്ളവരിൽ കണ്ടോളൂ, നിങ്ങളിൽ നിങ്ങൾ ബോധത്തെ കണ്ടോ. മനസ്സിലായില്ലേ? അപ്പം ഇന്ന് നമുക്ക് വേഗം ഇത് പഠിക്കാൻ പറ്റും. കാരണം ഒരു പാവം മനുഷ്യൻ്റെ മേൽ ഉപദ്രവിക്കുന്ന കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വൈറസിനെയും കൂടെ കൂടിച്ചേർത്ത് കാണാൻ പറ്റുന്ന പോലെ നമ്മളെ നമ്മൾ ബോധവും കൂട്ടിച്ചേർത്ത് കാണാൻ പഠിക്കുക. അപ്പം ഈ രണ്ട് നമ്മളെ ഇനി മുതൽ നിങ്ങൾ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ 2 പേരുണ്ട്. ഞാൻ മുമ്പ് 1 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം 2 പേരുണ്ട്. ഒന്ന്
ബോധവും, 2 ചലനാത്മകമായ പ്രപഞ്ചവും. എവിടെ മുതൽ തുടങ്ങുന്നു? ചലനം എന്ന് പറയുമ്പോഴേക്ക് എവിടെ മുതൽ തുടങ്ങുന്നു? കൂടെ വരണം നിങ്ങൾ. മനസ്സ് മുതൽ എന്തു തുടങ്ങുന്നു? ചലനം തുടങ്ങുന്നു. ഇത്രയുള്ളൂ കാര്യം. അപ്പം ഇനി നിങ്ങൾ എന്തൊക്കെയാണ് വിശേഷം എന്ന് വെച്ചാൽ 2 പേർക്കും സുഖമായിട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ മതി. ബോധവും സുഖമായിട്ടിരിക്കണം, ഈ പ്രപഞ്ചവും സുഖമായിട്ടിരിക്കണം. ഇനി എന്താ വേണ്ടത്? അപ്പം ഇതുവരെ നമ്മൾ ഒറ്റ കണ്ണോടുകൂടി കണ്ടു. ഇനി 2 കണ്ണോടുകൂടി കാണണം. ഒരു കണ്ണ് ബോധത്തിനും ഒരു കണ്ണ് പ്രപഞ്ചത്തിനും. മനസ്സിലായില്ലേ? ഇപ്പം സാധാരണ രീതിയിൽ എല്ലാവരും അച്ഛനമ്മമാർക്ക് ഭക്തി ഉണ്ടെങ്കിൽ നമുക്കും ഭക്തി ഉണ്ടാവും. കുട്ടിക്കാലത്ത് തന്നെ അച്ഛനമ്മമാർ നാമം ജപിക്കാൻ പറയും. അപ്പം നമ്മൾ നാമം ജപിക്കും. കുറച്ചുകൂടി വലുതാകുമ്പോൾ നമുക്ക് അതിനോടൊക്കെ ഒരു താല്പര്യക്കുറവ്. കാരണം നമ്മൾ യാന്ത്രികമാണ് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നൽ നമുക്കുള്ളത് കൊണ്ടായിരിക്കാം ഇന്നത്തെ ചെറുപ്പക്കാരിടയിൽ ഇതിനോടൊന്നും വലിയൊരു താല്പര്യമില്ല. കാരണം അവർ മനസ്സ് വേറൊന്നിലും ചെയ്യുന്നത് അച്ഛനമ്മമാരുടെ നിർബന്ധപ്രകാരമാകുമ്പം അവർക്കതിൽ താല്പര്യമില്ല. അതുകൊണ്ടായിരിക്കും ഇന്നത്തെ പ്രത്യേകിച്ച് പല കുട്ടികൾ, അമ്മമാരും അച്ഛന്മാരൊക്കെ പറയുന്നുണ്ട് മക്കൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല. അത് അച്ഛനമ്മമാരായിട്ട് നശിപ്പിച്ച. കാരണം അച്ഛനും അമ്മയും ഇതിനെക്കുറിച്ച് വേണ്ടത്ര അറിവ് പകർന്നു കൊടുത്തില്ല. അച്ഛനമ്മയ്ക്ക് അറിവില്ല. അവരാരോ പണ്ട് എന്താ പറയുക, പന്തളത്ത് പോയി തിരിച്ചു വന്നു. എന്തിനാ പോയി എന്തിനറിയില്ല, പോകാൻ പറഞ്ഞു, പോയി വന്നു, കണ്ടു. ഈ രീതിയിലുള്ള ഒരു ഭക്തിയാണ് അച്ഛനമ്മമാർ. എല്ലാവരും പോകുന്നു ഗുരുവായൂർ, ഞാനും പോകുന്നു, എല്ലാവരും മലയ്ക്ക് പോകുന്നു, ഞാനും പോകുന്നു എന്നല്ലാതെ അതൊരു ജ്ഞാനത്തോടുകൂടി മനസ്സിലാക്കി പോകുന്നവർ വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് ആദ്യം വേണ്ടത് ഗുരുവരുളാലേ. ഇത് വളരെ പ്രധാനമാണ്. ഹരിനാമകീർത്തനം ഇതുര ചെയ്യുന്നതിന് ഒരു ഗുരു വേണം. അപ്പം ഗുരുവിൻ്റെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥവും ഞാൻ പറഞ്ഞു. ഗുരു എന്നാൽ 3 ശബ്ദങ്ങളാണ് ഗുരു എന്നുള്ളതിന്. ഗുരു എന്നതിന് ആചരിക്കുക, സ്വയം ആചരിക്കുക, അനുഭവിക്കുക. വെറുതെ ആചരിച്ചാൽ പോരാ, ആചരിച്ചുകൊണ്ട് അനുഭവം വേണം. ആ അനുഭവത്തെ അറിവാക്കി മാറ്റണം. അപ്പം തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അനുഷ്ഠാനങ്ങളിലൂടെ കിട്ടുന്ന അനുഭവത്തെയാണ് അറിവിലൂടെ മറ്റുള്ളവർക്ക് ഗുരു പകർന്നു. അപ്പം ഗുരു ഒരിക്കലും പുസ്തകം നോക്കി വായിക്കുന്നൊരു ആളാവരുത്. അതാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ള മതക്കാരെ പോലെ പുസ്തകം ഓതുന്നവരല്ല നമ്മൾ. അവരൊക്കെ ഓത്തുകാരാണ്. ഓത്തുകാരാന്ന് പറഞ്ഞാൽ, ഓതുക എന്ന് പറഞ്ഞാൽ പുസ്തകത്തിലുള്ളത് ഓതുക. നമ്മൾ പുസ്തകത്തിലുള്ളത് ഓതാൻ വേണ്ടിയിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. പുസ്തകം നമുക്കൊരു ഗുരുവാണ്. നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട്, അനുഭവത്തിൽ വരുത്തിക്കൊണ്ട്, ആ അനുഭവ ജ്ഞാനമായിരിക്കണം മറ്റൊരാൾക്ക് പങ്കുവയ്ക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ ഗുരുവായി തീരുന്നത് എപ്പോഴാണ്? അനുഭവജ്ഞാനം പങ്കുവയ്ക്കുമ്പോൾ. ഗുരു എന്നുള്ള വാക്കിന് ഇത്രയും പറഞ്ഞാൽ മതി. ഗുരു എന്നാൽ അനുഭവജ്ഞാനം പങ്കുവയ്ക്കുന്നത്. എങ്ങനെയുള്ള അനുഭവജ്ഞാനം? അനുഷ്ഠാനത്തിലൂടെ ഉണ്ടാകുന്ന അനുഭവജ്ഞാനം. ഇതിലൂടെ അതാണ് അച്ഛനമ്മമാർക്ക് ഇല്ലാതെ പോയത്. അച്ഛനമ്മമാർ ശരിക്കും ഗുരുക്കന്മാരല്ലാതെ പോയി. നമ്മുടെ ഹിന്ദു മതത്തിൻ്റെ ഒരു ശാപം എന്ന് പറയുന്നത് സ്വന്തം അച്ഛനമ്മമാർ ഗുരുക്കന്മാരല്ല. അതുകൊണ്ടോ അനുഭവജ്ഞാനമല്ല അവർ പറയുന്നത്, അവർ ഭയഭക്തിയാണ് പഠിപ്പിക്കുന്നത്. നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നിൻ്റെ പ്രശ്നം തീർക്കും, ദൈവം നിൻ്റെ കാര്യങ്ങൾ ചെയ്തു തരും. ഇപ്പം നമ്മളൊക്കെ അങ്ങനെയല്ലേ വളർന്നു വരുന്നത്. ഇപ്പം ദൈവത്തെ അവർ കാണുന്നത് ഒരു ഏജൻറ്റിൻ്റെ രൂപത്തിലാണ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് തരുന്നവനും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഏജൻറ്റ് വർക്കാണ് ആർക്ക്? ദൈവത്തിന്. നിങ്ങൾ നോക്കൂ, ക്രിസ്തു മതത്തിലായാലും ശരി, എല്ലാ മതത്തിലും ദൈവത്തെ കാണുന്നത് 2 രീതിയിലാണ്. ഒന്ന്, ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കുന്ന അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ഒരു സപ്ലയറായിട്ട്. രണ്ടാമത്തത്, ദൈവം അവർക്കുണ്ടാക്കുന്ന ദുരിത ദുഃഖങ്ങളെയൊക്കെ മാറ്റുന്ന ആൾ. അപ്പം ഈ രീതിയിൽ ദൈവത്തെ സന്തോഷിപ്പിച്ചിട്ടില്ലെങ്കിൽ ദൈവം മനുഷ്യനെ ശിക്ഷിക്കും. ഈ ക്രിസ്തുമതം തകർന്നു പോവാൻ കാരണം, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ക്രിസ്തുമതം തകർന്നു പോവാൻ കാരണം അന്ധമായ ദൈവഭക്തി ആളുകളിൽ അടിച്ചേൽപ്പിച്ചിട്ടാണ്. ഒരു വശത്ത് അവർ അന്ധമായി ദൈവഭക്തി അടിച്ചേൽപ്പിക്കും, വേറൊരു വശത്ത്
മനുഷ്യത്വം എന്ന് പറയുന്നത് അടുത്തുകൂടെ പോവുകയുമില്ല. ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടു, ബ്രിട്ടീഷുകാരൊക്കെ ഭരിക്കുന്ന സമയത്ത് ഞായറാഴ്ച അവൻ പള്ളിയിൽ പോയി ബ്രിട്ടീഷുകാരൻ പ്രാർത്ഥിക്കും. പക്ഷെ അവന് ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് ഇവിടെ പാവങ്ങളെ, ആയുധമില്ലാത്തവനെ വെടിവെച്ചു കൊല്ലുകയും അവനെ ദ്രോഹിക്കുകയും, അതല്ലേ ഗാന്ധിജിയൊക്കെ പറഞ്ഞത്, നിന്റെ ഒരു കവിളിൽ തന്നാൽ മറ്റേ കവിള് കാണിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോഴാണ് ഇവന് മനസ്സിലായത് ബൈബിള് വായിക്കാനുള്ളതല്ല, ബൈബിള് ജീവിതത്തിൽ പ്രാവർത്തിയാക്കാനാണ്. ഇവിടെ ഒരാളെ ഒരു ദ്രോഹിക്കുന്ന സമയത്ത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ കാണണം എന്നുള്ള ഭാവം അവനില്ല. അതാണ് നമ്മുടെ ഹിന്ദുമതത്തിനും പറ്റിയത്. അച്ഛനമ്മമാര് ഭക്തി അമ്പലത്തിലെ പൂജാമുറിയിൽ ഒതുക്കി വെച്ച് അത് ജീവിതവുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. അവർക്കൊരു വിഷമം വന്നാൽ അവർ മാനസികമായിട്ട് തളർന്നു, അപ്സെറ്റായി, അവരിലുള്ള സ്വാർത്ഥത, അവരിലുള്ള പോര്, അവരിലുള്ള കുറ്റം പറയൽ, പരദൂഷണം പറയൽ, ഇതൊക്കെ മക്കൾ കാണുമ്പോൾ മക്കൾക്ക് മനസ്സിലായി ഇവരുടെ ഭക്തി കൊണ്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടാണ് മക്കൾ ഈ ഫീൽഡിൽ നിന്ന് അകന്നുപോയത്. പല മക്കളും ഭക്തിയില്ലാതെ ഇത് പോയതിന് കാരണം സ്വന്തം അച്ഛനമ്മമാർക്ക് ഭക്തിയുമായി യാതൊരു ബന്ധമില്ലാതെ കണ്ടതുകൊണ്ടാണ്. കാരണം നമ്മളത് അനുഷ്ഠിക്കുന്നവരല്ലത്. അതിന് കാരണം നമുക്ക് ഒരു ഗുരു അരുളാലേ, ഒരു ഗുരുവിൽ നിന്ന് വേണ്ട രീതിയിൽ ഗൈഡൻസ് കിട്ടിയിട്ടില്ല. അത് എന്തിനാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ചെയ്തു കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട് കിട്ടുക എന്നൊന്നും നമുക്ക് അറിയില്ല. യഥാർത്ഥത്തിൽ അറിയില്ല. ആകെ അറിയുന്നത് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും, ചെയ്തു കഴിഞ്ഞാൽ ദൈവം വേണ്ടത് തരും, അങ്ങനെയൊക്കെയുള്ളൊരു ധാരണയിലാണ് മനുഷ്യൻ ഭക്തി കൊണ്ടു നടക്കുന്നത്. അവിടെയാണ് ഗുരുവരുളാലേ. ഇപ്പൊ ഗുരു നമുക്ക് തരുന്നത് അറിവെന്താണ്? അതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ മക്കളോട് പറയേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. അനുഷ്ഠാനങ്ങളൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ അനുഷ്ഠാനങ്ങളും മനുഷ്യന് ആത്മധൈര്യവും ആത്മസുഖവും ദുഃഖനിവൃത്തിയും തരാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ്? ആത്മസുഖമുണ്ടാവണം, ആത്മധൈര്യമുണ്ടാവണം, ദുഃഖ നിവൃത്തികളുണ്ടാവണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ നാമം ജപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? അപ്പം അതിനാദ്യം നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് നാമം ജപിക്കേണ്ടത്. അപ്പം ഇവിടെയാണ് ഹരിനാമകീർത്തനം ഉര ചെയ്യുവതിന്. ഹരിനാമകീർത്തനം ഉര ചെയ്യുക. എന്താണ് ഈ ഹരിനാമകീർത്തനം ഉര ചെയ്യുക എന്ന് പറഞ്ഞാൽ, നാമജപം എന്നത് ഒരു മാനസികമായ, ശ്രദ്ധിക്കണേ, നാമജപം എന്നത് മാനസിക ലയ പരിശീലനത്തിനുള്ള ഉപാധിയാണ് നാമജപം.